ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ സാധാരണ ദോശമാവ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദോശയിൽ മാവിൽ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ദോശമാവിലേക്ക് സാധാരണ നമ്മൾ എടുക്കുന്ന ചേരുവകളൊക്കെ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അരിയും ഉഴുന്നും ചോറും ഞാനിവിടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മാവ് അരച്ചെടുക്കുന്നത് ഉഴുന്ന് കുതിർത്തിട്ടുള്ള വെള്ളത്തിലാണ് കേട്ടോ. ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കുതിരാനായിട്ട് വെക്കുക. എന്നിട്ട് ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ മാവ് അരച്ച് വെക്കുന്നത്. പിന്നെ ചോറ് ഒരുപാട് വേണ്ട. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറ് ചെറുതായതുകൊണ്ട് ആദ്യം ഒരു ബാച്ച് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ബാച്ചാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശക്കാണെങ്കിൽ നല്ല ഫൈനായിട്ട് ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊരു തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. നമ്മൾ റവയൊക്കെ ഇട്ട പോലെയുള്ള ആ ഒരു തരി ഉണ്ടല്ലോ, ആ ഒരു വലുപ്പത്തിലുള്ള തരിയോട് കൂടിയിട്ട് നമ്മൾ ദോശമാവ് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മൊരിഞ്ഞ ദോശ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ദോശമാവ് നമ്മൾ സ്ഥിരമായിട്ട് ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിലേക്ക് തന്നെ ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് നേരത്തെ അങ്ങനെ മാവ് അരച്ച് വെക്കാറില്ല കേട്ടോ. കാരണം ഒരുപാട് നേരത്തെ മാവ് അരച്ച് വെക്കുകയാണെങ്കിൽ ചിലപ്പം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒരു പുളിപ്പ് രസം വരും. അപ്പോൾ ആ പുളിപ്പ് ഇവിടെ അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ ആർക്കും. അപ്പോൾ ഞാനൊരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേ ഉള്ളൂ മാവ് അരച്ച് വെക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പുളിപ്പ് ഉണ്ടാവില്ല. പിന്നെ ചിലപ്പം തണുപ്പുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദോശമാവ് പൊങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസമാണ് നേരം വൈകി അരക്കുമ്പോൾ. അപ്പോൾ ഞാനും എന്ത് ചെയ്യും, ഒരു തരി ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കും. ഈ മാവ് ഇപ്പോൾ ഞാൻ അരച്ചെടുക്കുന്നത് ഒരു രാത്രി 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് അരച്ച് വെക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു നുള്ളി ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അടിച്ചെടുത്തപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് രാവിലെ എടുക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടായിട്ടുള്ള തവയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ചൂട് ഒരുപാട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഈ തവയുമ്പോൾ തന്നെ മാവ് ഇങ്ങനെ പോരും, ഇതിൽ പറ്റി പിടിക്കില്ല. അപ്പോൾ ഫുള്ളായിട്ട് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് കട്ടി കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചട്ടകം വെച്ചിട്ട് ഒന്ന് വടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയും പിന്നെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ദോശ ചുട്ടെടുക്കേണ്ടത്. ദോശമാവ് ഒഴിക്കുന്ന സമയത്ത് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ തീ കൂട്ടി വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ എണ്ണയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ദോശ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മസാല ദോശ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചട്നിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ തരിയോടുകൂടി മാവരിച്ച് ദോശ ചുട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചുട്ട് നോക്കാം കേട്ടോ. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.